PVLCയുടെയും സത്യനേശന്റെ മക്കളുടെയും കണ്ണുനീരിന് ദൈവത്തിന്റെ ആദ്യ മറുപടി തീവട്ടികളുടെ കുറ്റിതെറിച്ചു. PVLCയുടെയും AN സത്യനേശന്റെ മക്കളുടെയും കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ ആദ്യ മറുപടി. ലൂർദ് മാതാ പള്ളിയിലെയും ലൂർദ് മാതാ കെയർ സെന്ററിലെയും ലോഹത്തൊഴിലാളികളുടെ കുറ്റിതെറിച്ചു. ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും നിലവിലെ ചുമതലയുള്ള മോർലി കൈതപ്പറമ്പിൽ, മോബൻ ചൂരവടി എന്നീ പാതിരികളെയാണ് ലൂർദ് മാതാ കെയറിന്റെയും ലൂർദ് മാതാ ഫെറോന പള്ളിയുടെയും ചുമതലയിൽ നിന്നും സ്ഥലം മാറ്റിയത്. ആജീവനാന്ത സംരക്ഷണം ഉറപ്പു നൽകി PVLCയിൽ നിന്നും 3 കോടി രൂപ പറ്റിച്ചെടുക്കുകയും അതിന്റെ ഉറപ്പിനായി എഗ്രിമെന്റ് തയ്യാറാക്കി അന്നത്തെ സഹായമെത്രാൻ തോമസ് തറയിലും ലൂർദ് മാതാ കെയറിന്റെ അന്നത്തെ ചുമതലക്കാരായ പാതിരിമാരും ചേർന്ന് ഒപ്പിട്ട് നൽകുകയും ചെയ്തിരുന്നു. എങ്കിലും PVLCയെ നെടുമങ്ങാടുള്ള യാചകരുടെ പുനരധിവാസ കേന്ദ്രത്തിൽ കൊണ്ടെത്തള്ളുകയും അവിടെയുള്ള മടത്തലമ്മമാർ എൽസിയുടെ അലമാരയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന് അവരെ സ്ലോ പോയിസൺ ചെയ്ത് കൊല്ലുവാൻ ശ്രമിക്കുകയും ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തെടുത്തതെന്ന് ആയുസിന്റെ ബലം കൊണ്ടാണ് അന്ന് PVLC രക്ഷപ്പെട്ടത്. ഇവർക്കെതിരെ LC കേസ് കൊടുക്കുവാനും കോടതിയെ സമീപിക്കുവാനും ശ്രമിച്ചെങ്കിലും സഭയുടെ സ്വാധീനം ഉപയോഗിച്ച് അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. സാമൂഹിക നീതി വകുപ്പ് ഇത് അന്വേഷിച്ച് സത്യമാണെന്ന് കണ്ടെത്തി പണം റിക്കവർ ചെയ്ത് തിരികെ നൽകുവാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുവാൻ ഉത്തരവിട്ടിട്ടും അതും അട്ടിമറിക്കപ്പെട്ടു. അവർ LCയെ ഇല്ലാതാക്കുവാനും നാണം കെടുത്തുവാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ PVLC ITV ന്യൂസിനെ സമീപിച്ച് സത്യാവസ്ഥ വെളിപ്പെടുത്തിയപ്പോഴാണ് ജനങ്ങൾ സത്യം മനസ്സിലാക്കിയത്. വീണ്ടും LC മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും മെഡിക്കൽ കോളേജ് SHOയ്ക്കും പരാതി നൽകിയിട്ടും അതും അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് SHO യാതൊരു പ്രാഥമിക അന്വേഷണവും നടത്താതെ ഇതൊരു സിവിൽ കേസാണ്, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അന്വേഷിക്കുവാൻ മാർഗമില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു അനാഥ വൃദ്ധയെ സ്ലോ പോയിസൺ ചെയ്ത് കൊല്ലുവാൻ ശ്രമിച്ച് പണവും സ്വർണവും അപഹരിച്ചു എന്ന പരാതി എങ്ങനെ സിവിൽ കേസാകും എന്നതാണ് LC ഉയർത്തുന്ന ചോദ്യം. വീണ്ടും ജില്ലാ കളക്ടറെ കണ്ട് പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ലീഗൽ സർവീസ് സെൽ LCയുടെ പരാതി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്രയുമെല്ലാം തട്ടിപ്പുകളും ശോഭകേടുമെല്ലാം കാണിച്ചിട്ടും ആ പണം തിരികെ നൽകി പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇവർ ചെയ്തത് LCയുടെ വാർത്ത നൽകിയ ITV ന്യൂസ് ചാനലിനെതിരെയും LCക്കെതിരെയും ലൂർദ് മാതാ കെയർ സെന്ററിന്റെ ചുമതലക്കാരായ മോർലി കൈതപ്പറമ്പിൽ, മോബൻ ചൂരവടി എന്നിവരെ കൊണ്ട് തിരുവനന്തപുരം കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. ഇവർക്കെതിരെ ITV ന്യൂസ് വാർത്ത നൽകുവാൻ പാടില്ലെന്ന നിർദ്ദേശവും ഇതുവരെ നൽകിയ വാർത്തകൾ പിൻവലിക്കുവാൻ ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടാണ് യൂട്യൂബിനെ സഹിതം പ്രതിയാക്കി കോടതിയിൽ കേസ് കൊടുത്തത്. ഞങ്ങളുടെ ഭാഗം കൂടി കേട്ട ശേഷമേ ഈ കേസിൽ ഒരു തീരുമാനമെടുക്കാവൂ എന്ന് കാണിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ കവേറ്റ് ഫയൽ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം കോടതി കേട്ടു. കഴിഞ്ഞ ദിവസം ഇവർ വീണ്ടും ITV ന്യൂസിനെതിരെ സ്റ്റേ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയുണ്ടായി. കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ ഈ 2 പാതിരികളെ കൊണ്ട് പറയിപ്പിച്ചത് LC വ്യാജരേഖ ചമച്ച് പണം തട്ടുവാൻ ശ്രമിക്കുകയാണെന്നും ബിഷപ്പിനെയും സഭയെയും ഞങ്ങൾ അപമാനിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ആണ്. അപ്രകാരം പച്ചക്കള്ളം കോടതിയിൽ സത്യവാങ്മൂലമായി നൽകി ഈ നാണം കെട്ടവൻ മാരാമൺ കൺവെൻഷൻ വേദിയിൽ നിന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് പ്രസംഗിക്കുന്നത് കാണുക. സത്യനേശന്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ തെരുവിലിറക്കി വിട്ട് വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്ത സ്ഥലത്ത് പള്ളിയും കൊമേഴ്ഷ്യൽ കോംപ്ലക്സും പണിയുവാൻ നേതൃത്വം കൊടുത്ത അനാഥവൃദ്ധയുടെ 3 കോടി തട്ടിയെടുത്ത് എഗ്രിമെന്റും ചെയ്തു കൊടുത്തിട്ട് കോടതിയിൽ കള്ളസത്യവാങ്മൂലം കൊടുത്ത നാണം കെട്ടവൻ മാനമില്ലാതെ നിന്ന് പ്രസംഗിക്കുകയാണ് ഭീരു പലവട്ടം മരിക്കുമെന്ന്. നമ്മൾ ഭീരുക്കളായിട്ട് ജീവിച്ച് ജീവൻ രക്ഷിക്കുന്നതിൽ എന്താണ് അർത്ഥം? ധൈര്യമുള്ളവൻ ഒരു പ്രാവശ്യം മാത്രമേ മരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഭീരുക്കൾ ജീവിതത്തിൽ മുഴുവൻ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ധൈര്യമുള്ളവൻ ഒരു പ്രാവശ്യം മാത്രമേ മരിക്കുകയുള്ളൂ. അവനെ തകർക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അവൻ നല്ല ആർജവത്വത്തോടെ ജീവിക്കും. പക്ഷേ ഭീരുക്കൾ പലരെയും ഭയപ്പെട്ട് അവൻ ജീവിക്കുന്നത് കൊണ്ട് ഭീരുക്കള് പല പ്രാവശ്യം മരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ദിവസം പല പ്രാവശ്യം മരിക്കുകയാണ്. അവൻ മിണ്ടാതിരിക്കേണ്ടി വരുന്നു. അവൻ തിന്മയോട് സന്ധി ചെയ്യേണ്ടി വരുന്നു. പള്ളിയുടെ വെഞ്ചിരിപ്പിന് മണ്ണന്തല പള്ളിയിലെത്തിയപ്പോൾ നടക്കുവാൻ പോലും വയ്യാതെ വടിയും കുത്തിപ്പിടിച്ച് ചെന്ന LCയെ പോലീസിനെ വിളിച്ച് ഇറക്കി ആ പഞ്ചായത്ത് കടത്തിന് ശേഷം മാത്രമേ ആ പള്ളിയിൽ ഞാൻ കാലുകുത്തൂ എന്ന് പറഞ്ഞ പോലീസിനെ വിളിച്ച് ഈ വൃദ്ധയെ പള്ളിക്ക് വെളിയിലേക്ക് ആൾക്കൂട്ടത്തിന് മുന്നിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ഭീരുവായ മെത്രാൻ, LCയെ പേടിച്ച് സ്വീകരണ ചടങ്ങ് പോലും മാറ്റിവെപ്പിച്ച മെത്രാൻ, LCയെ പേടിച്ച് പകൽ തിരുവനന്തപുരത്ത് കാലുകുത്താത്ത ഭീരുവായ മെത്രാൻ, AN സത്യനേശനെ കബളിപ്പിച്ച ഭൂമിയാണെന്ന് മനസ്സിലാക്കി രജിസ്ട്രേഷൻ IG വ്യാജരേഖ ചമച്ച ഭൂമിയാണെന്ന് കണ്ടെത്തി പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ച ഭൂമി സഭയുടെ പേരിലല്ല വ്യാജ പ്രമാണങ്ങൾ ചമച്ചതാണെന്ന് മനസ്സിലാക്കി ആ ഭൂമിയിൽ ഓക്സിലറി ബിഷപ്പിന്റെ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുകയും ഇന്ന് കാണുന്ന സകല നിർമ്മിതികൾ നടത്തുവാൻ നേതൃത്വം കൊടുത്ത കള്ളനായ എന്നാൽ വെളുക്കെ ഉളുപ്പില്ലാതെ കളിക്കുന്ന
ഭീരുവായ മെത്രാൻ. ഈ നാണവും മാനവും കെട്ടവനാണ് മാരാമണ്ണിൽ നിന്ന് വേദാന്തം പ്രസംഗിക്കുന്നത്. വാക്കിനും പ്രവൃത്തിക്കും യാതൊരു വ്യവസ്ഥയുമില്ലാത്ത ഈ നാണം കെട്ടവന്റെ സാരോപദേശം ബണ്ടിച്ചോറിനെ സുവിശേഷം പറയുവാൻ വിളിക്കുന്നതായിരുന്നില്ലേ ഇതിലും നല്ലത്? ഇതൊക്കെ ഞങ്ങൾ വിളിച്ചു പറയുമെന്ന് ഭയന്നാണ് ഇയാൾ തലേ ദിവസം തന്നെ കോടതിയെ സമീപിച്ചത്. ITV ന്യൂസിനെതിരെ സ്റ്റേ തേടി. എൽസിയെ പറ്റിച്ച വിവരം നാട്ടുകാർ അറിയുകയും കൂടുതൽ പരാതികൾ പലയിടങ്ങളിൽ നിന്ന് ഉയരുകയും ചെയ്തപ്പോഴാണ് പഴയ ആ തട്ടിപ്പുകാരെക്കാൾ ഭീകരന്മാരാണ് പുതിയ ചുമതലക്കാർ എന്ന് സഭാ നേതൃത്വം മനസ്സിലാക്കിയത്. എൽസിയിൽ നിന്ന് തട്ടിയെടുത്ത 3 കോടിയിൽ 1 കോടി 60 ലക്ഷമേ കണക്കിൽ വന്നിട്ടുള്ളൂ എന്ന് മോർലി ITV ന്യൂസിനോട് വെളിപ്പെടുത്തിയത് ഞങ്ങൾ സംരക്ഷണം ചെയ്തത് ഇവർക്ക് വിനയായി. ആ പണം ആരൊക്കെ ചേർന്ന് തട്ടി എന്ന തർക്കം സഭയ്ക്കുള്ളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ രോഗികൾക്ക് എന്ന പേരിൽ പണപ്പിരിവ് നടത്തി കണക്കിൽ കാണിക്കാതിരിക്കുക, സൗജന്യ ആംബുലൻസ് സേവനത്തിന് രോഗികളിൽ നിന്ന് കാശ് മേടിക്കുക, ക്യാൻസർ രോഗികളുടെ കൂട്ടിരിപ്പുകാരെ ചൂഷണം ചെയ്യുക, ക്യാൻസർ മാറിയ യുവതികൾക്ക് വീട് വാടകയ്ക്കെടുത്ത് അവരെ താമസിപ്പിക്കുക, ആ വീടുകളിൽ നിത്യ സന്ദർശകരാകുക, കൂട്ടിക്കൊടുപ്പുകാർക്ക് ചാരിറ്റിയുടെ പണമെടുത്ത് വലിയ വീട് വെച്ച് നൽകുക, അങ്ങനെ പല തട്ടിപ്പുകളും ചൂഷണങ്ങളും സത്യമെന്ന് കണ്ടെത്തിയാണ് സഭ മോർലി കൈതപ്പറമ്പിനെയും മോഹൻ ചൂരവടിയെയും പെട്ടെന്ന് സ്ഥലം മാറ്റിയത്. വളരെ രഹസ്യമായാണ് ചടങ്ങുകൾ ഇവർ സംഘടിപ്പിച്ചത്. പക്ഷേ ഏതോ കുഞ്ഞാടുകൾ അതെടുത്ത് സഭയുടെ മുഖപത്രമായ ദീപികയിൽ നന്നായി കൊടുക്കുകയും ചെയ്തു. ലൂർദ് മാതാ കെയർ സെന്ററിനെ കുടുംബസ്വത്ത് പോലെ വെച്ച് അനുഭവിച്ച് രാജകീയമായി വാണ തീവട്ടിപ്പാതിരികളെ നാണം കെടുത്താതെ ഒരു ആനുവൽ ട്രാൻസ്ഫർ നടത്തുന്നത് പോലെ നടത്തിയാണ് സഭ പറഞ്ഞുവിട്ടത്. തീവട്ടികളെ പറഞ്ഞുവിടൽ ചടങ്ങ് കാണുവാൻ എൽസിയും പോയി മുൻപിൽ തന്നെ ഇരുന്നു. ആ ചടങ്ങിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണുക. ITV ന്യൂസിനെതിരെ കോടതിയെ സമീപിച്ച പരാതിക്കാരായ 2 പാതിരിമാരെ തന്നെ കള്ളന്മാരാണെന്ന് കണ്ട് സഭ തൽസ്ഥാനത്ത് നിന്ന് നീക്കി ഏതോ അപ്രധാന പദവികളിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ സഭ അത് പരസ്യമായി സമ്മതിക്കില്ല. ഇനിയും ഇവരെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാകും എന്ന് ഭയന്നാണ് ഇവരെ തിടുക്കപ്പെട്ട് മാറ്റിക്കളഞ്ഞത്. ജഡ്ജിമാരും സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും തറയിൽ ബിഷപ്പിന്റെ അടിമകളാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ITV ന്യൂസ് പൂട്ടിക്കുമെന്നാണ് ഇവരുടെ വെല്ലുവിളി. പിടിമരണമടഞ്ഞ തീവട്ടി ബിഷപ്പ് KP യോഹന്നാനെതിരെ ഞങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ അവർക്കെതിരെ വാർത്ത കൊടുക്കുവാൻ പാടില്ല എന്ന് കീഴ്ക്കോടതി ഉത്തരവിട്ടപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ യൂട്യൂബിൽ ഞങ്ങൾ നൽകിയ വാർത്ത മാറ്റുവാൻ നിർദ്ദേശം നൽകണം എന്ന് പറഞ്ഞ് മാർത്തോമാ സഭ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും ഡിഫമേഷൻ തെളിയിക്കപ്പെടുകയും ശിക്ഷ വിധിക്കുകയും തുടർന്ന് ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ വാർത്ത പിൻവലിക്കേണ്ടതായുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ഞാനിത് പറഞ്ഞത് രാജ്യത്തെ ബഹുമാനപ്പെട്ട കോടതികളെ നിയന്ത്രിക്കുന്നത് അങ്ങ് വരാലി തോമയുടെ അരമനയിൽ നിന്നല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ കേസിൽ ഏറ്റവും രസം അതല്ല. കേസ് നടത്തിപ്പിന് പണം മുടക്കി തന്റെ വക്കീലിനെ എറണാകുളത്തു നിന്നും ചൊല്ലും ചെലവും കൊടുത്ത് ഇവിടെ താമസിപ്പിച്ച് കേസ് നടത്തുന്നത് നമ്മുടെ ജട്ടി മുതലാളിയാണ്. ഭൂമി കുംഭകോണക്കാരൻ ബിഷപ്പിന്റെ കള്ളപ്പണം മുഴുവൻ ജട്ടി മുതലാളിയുടെ കച്ചവടത്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവരുടെ പണത്തിനും സ്വാധീനത്തിനും ഭയന്ന് വിധേയപ്പെട്ട് മിണ്ടാതെ ഞങ്ങൾ ഇരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത്രയും മാഫിയകളോട് പൊരുതിയാണ് ഞങ്ങൾ ഈ സത്യം വിളിച്ചു പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി തന്നെ കബളിപ്പിച്ച എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്ത ഒടുവിൽ അത് വ്യാജരേഖയാണെന്ന് കോടതിയിൽ കള്ളസാക്ഷ്യം പറഞ്ഞ കള്ളം ബിഷപ്പ് മാരാമണ്ണിൽ നിന്ന് സുവിശേഷം വിളമ്പുന്നത് കണ്ട PVLCയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. വളരെ സന്തോഷവും രസകരവും കോമഡി ആയിട്ടാണ് തോന്നിയത്. ഒരു പിതാവിന് തക്ക പ്രസംഗമല്ല പിതാവ് പറഞ്ഞത്. കാരണം പിതാവ് പറഞ്ഞത് ഭീരുക്കൾ പലതവണ മരിക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് പിതാവ് പലതവണ മരിച്ചു. ഭീരുക്കൾ മരിക്കുക എന്ന് പറയുമ്പോൾ എന്നെ പേടിച്ച് പോലീസിനെ വിളിച്ചു. എന്നെ പേടിച്ച് തിരുവനന്തപുരത്ത് വരുന്നില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിരിക്കുന്നു എന്നെ പേടിച്ച്. അത് ഭീരുവായതുകൊണ്ടല്ലേ. പക്ഷെ ഞാൻ പിതാവിൻ്റെ ഏതെങ്കിലും അച്ഛന്മാരുടെ മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുന്നു. പക്ഷെ ഞാൻ ചെല്ലുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവർ പേടിച്ച് ഭീരുവായിട്ട് മാറി നിൽക്കുന്നു. അതുപോലെ തീവട്ടിപ്പാതിരികളുടെ യാത്രയപ്പ് ചടങ്ങിൽ പോയിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? ഫാദർ മോഹൻ ചൂരവടിയും ഫാദർ മോർലി കൈതപ്പറമ്പിലും 2 പേർക്കും ട്രാൻസ്ഫർ കൊടുത്തു. 2 പേർക്കും പണിഷ്മെന്റ്, അതായത് ഇത്രയും നാളും ഡയറക്ടറായിരുന്നു ഫാദർ മോഹൻ ചൂരവടി. ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ
ഇപ്പം നാട്ടുകാരെല്ലാവരും കൂടി ഭയങ്കര വലിയ നാട്ടുകാർക്കറിയില്ലേ തട്ടിപ്പിനെ പറ്റി, ഈ കോടതി വഴിയൊക്കെ ഭയങ്കരമായ ഭീകര തട്ടിപ്പ് ഇവർ നടത്തുന്നു മനസ്സിലാക്കിയതുകൊണ്ട് ഇവർ രണ്ടുപേരെയും സ്ഥലം മാറ്റി. ഇത് കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. എനിക്ക് അവരെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. കാരണം അവരുടെ യാത്രയപ്പ് ഭയങ്കരമായ എനിക്കെതിരെ ഭയങ്കര പരാതികൾ ഞാൻ സുനിൽ സാറിനോടൊപ്പം ചേർന്നുകൊണ്ട് വ്യാജരേഖ ചമച്ചു എന്ന് പറഞ്ഞാണ് ഇവർ പരാതികൾ എൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു വ്യാജരേഖയും ചമച്ചിട്ടില്ല. എനിക്ക് ഒപ്പിട്ട് തന്നത് തറയും റോണി മാളയ്ക്കലുമാണ്. അവരുടെ ഒപ്പ് ആണ്. അതുകൊണ്ട് ഞാൻ യാതൊരു വ്യാജരേഖയും ചമച്ചില്ല. സുനിൽ സാർ എനിക്ക് യാതൊരു സപ്പോർട്ടും ചെയ്തില്ല. സുനിൽ സാറിനെ തേടി ഞാൻ സാറിനെ അന്വേഷിച്ച് സാറിൻ്റെ അടുത്ത് ചെന്നതാണ്. സാർ ഞാനൊരു പരാതി പറഞ്ഞു, സാർ ഇട്ടു. അപ്പോൾ സാറിനെ കൊടുക്കാൻ വേണ്ടിയും അവരോരോ പദ്ധതികൾ ഇടുകയാണ്. സാറിൻ്റെ ചാനൽ പൂട്ടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രണ്ട് വൈദികരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആദ്യത്തെ പണിഷ്മെൻ്റാണ് ഈ ട്രാൻസ്ഫർ. ആദ്യത്തെ ദൈവശിക്ഷ തന്നെയാണ്. കാരണം ഒരു ഫൊറോന വികാരി എന്ന് പറയുമ്പോൾ 8 വർഷം 10 വർഷമൊക്കെ ഇരിക്കും. ഇപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് 4 വർഷമേ ആയുള്ളൂ, എൻ്റെ കൂടെ ഇരുന്ന കൊച്ചച്ചന്മാർ 4 പേര് മാറിയെന്ന് പറഞ്ഞു. ഒരു പരിഹാസത്തോടെയാണ്. കാരണം കൊച്ചച്ചന്മാരെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഇരുത്തിയല്ല. ഇങ്ങേര് നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ കൊച്ചച്ചന്മാർ ഓരോ വർഷം മാറത്തില്ല. ഇങ്ങേരുടെ കൂടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊച്ചച്ചന്മാരെ 4 പേര് മാറി 4 വർഷം കൊണ്ട്. ഇപ്പോൾ 4ാമത്തെ വർഷം സാറിന് ഫൊറോന വികാരിമാർ 8 വർഷം 10 വർഷമൊക്കെ ഇരിക്കും. ഇപ്പോൾ 4 വർഷമായപ്പോൾ മാറിപ്പോയി. അതൊരു പണിഷ്മെൻ്റാണ്, ദൈവം കൊടുത്തൊരു ശിക്ഷയാണ്. കാരണം ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവർ കാണിക്കുന്ന കള്ളത്തരത്തെ പറ്റി. പക്ഷെ ദൈവം കണ്ടു ഇവർ കള്ളന്മാരാണ്, അങ്ങനെയാണ് ഇവരൊക്കെ പണിഷ്മെൻറ്റ് കിട്ടി. സഭയ്ക്ക് തോന്നി, തറയ്ക്ക് തോന്നി ഇവരെ കൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ ശ്വാസം മുട്ടുന്നത്, എനിക്ക് തിരിയാൻ പറ്റുന്നില്ല, ഞാനൊരു ക്രൂരനാണെന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നു, ഇവർ കാരണമാണല്ലോ, അനാഥയോട് നീതി കാണിക്കുന്നില്ല, ഇവർ 2 പേരുമാണ് ഇതിന് ഇടങ്കോലിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് ഇവരെ 2 പേരെ മാറ്റണം എന്ന് തറ വിചാരിച്ചുകൊണ്ട് മാറ്റിയതാണ്. അല്ലെങ്കിൽ തറയ്ക്ക് ഇനിയും പണി കിട്ടുമെന്ന് തറയ്ക്കറിയാം. അതുകൊണ്ട് തറ ഇവരെ മാറ്റി. ഇവന്മാർ രണ്ടും ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ്. കാരണം ഇപ്പോൾ പുതിയൊരു അടവെടുത്തിരിക്കുകയാണ്. ക്യാൻസർ രോഗം വന്ന് മാറി ചികിത്സ കഴിഞ്ഞ് പോയവരുടെ വീടുകളിൽ പോവുക, അവർക്ക് കൊണ്ടൊരു കവർ കൊടുക്കുക. കേരളം മൊത്തം, കേരളത്തിൽ അതായത് പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാറും പെട്രോളും എല്ലാം ചിലവാക്കിക്കൊണ്ട്, അത് തന്നെ വലിയൊരു കള്ളത്തരമാണല്ലോ. ക്യാൻസർ കഴിഞ്ഞ് പോയ ഒരു വ്യക്തിയുടെ വീട്ടിൽ പിന്നെ പോയി അന്വേഷിക്കേണ്ട, ഫോണുണ്ട്, വിളിച്ച് തിരക്കാം. ഇതന്നെ ഒരു സാമ്പത്തിക തട്ടിപ്പാണല്ലോ അത് നടത്തുന്നത്. അവിടെ ക്യാൻസർ രോഗികൾ ശമ്പളവും കൊടുത്ത് വീട് വാടകയും കൊടുത്ത് രോഗിയായിട്ട് വന്നവരാണ്. പുള്ളിക്ക് സപ്പോർട്ടായിട്ട് ഇഷ്ടത്തിന് നിൽക്കുന്നവരെ വീട് വാടക കൊടുത്തു. ഒരു കപ്പ്യാർക്ക് അവൻ മകൻ്റെ ക്യാൻസറുമായിട്ട് വന്നതാണ്. അവനെ പറഞ്ഞു വിടാതെ പോങ്ങമൂട് പള്ളിയിൽ പിടിച്ചു നിർത്തി കപ്പ്യാരായിട്ട് നിർത്തിക്കുകയും അവൻ 70 ലക്ഷത്തിൻ്റെ വീട് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഈ 70 ലക്ഷം എങ്ങനെ ഒരു വൈദികനുണ്ടായി? ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞ് തട്ടിച്ചതാണ്. ആ തട്ടിപ്പ് നടത്തിയതാണ് 70 ലക്ഷത്തിൻ്റെ വീട് വാങ്ങിക്കൊടുത്തത്. അത് ആരും ചോദിക്കില്ല. അച്ഛന്മാരോടെല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുന്നു. എനിക്കിങ്ങനെ ഒരു വൻ ചതിയും ഞാൻ പെട്ടതുകൊണ്ട് ഞാൻ ഇവരോട് ചോദിക്കുന്നു. എനിക്കിപ്പോൾ ഇവരെപ്പോലെ ഭീരുവാകേണ്ട ആവശ്യമില്ല. ഭീരുക്കളാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ എല്ലായിടത്തും വെട്ടത്ത് ചെല്ലുന്നുണ്ട്. ഭീരുക്കളാണെന്ന് പറയുന്നവരുടെ മുമ്പിൽ ഞാൻ ചെല്ലുന്നുണ്ട്. പക്ഷേ അവർ എന്നിൽ നിന്ന് മറയുകയാണ്. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരവില്ല. പിന്നെ ഇനി കള്ളക്കേസുകൾ കൊടുക്കുന്നു. അതൊക്കെയാണ് അവരുടെ. ക്യാൻസർ രോഗികളുടെ പേര് പറയുമ്പോൾ എല്ലാവരും എത്ര കൊടുക്കാത്തവനും കൊടുത്തു പോകും. എനിക്കും അങ്ങനെയാണല്ലോ പെട്ടുപോയത്. ക്യാൻസർ രോഗികൾ എന്ന് പറഞ്ഞു, അയ്യോ എനിക്കും എൻ്റെ അമ്മയുടെ കാലശേഷം എനിക്കും സുഖമായി ജീവിക്കാം, ക്യാൻസർ രോഗികൾക്കും ആയല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഇന്ന് എനിക്ക് 1 ഗ്ലാസ് പച്ചവെള്ളത്തിന് അവരെ കൊണ്ട് ഉപകാരമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ എല്ലാവരെയും നോക്കി വീക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഭീരുക്കൾ എത്ര എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയത്. AN സത്യനേശന്റെ മക്കൾ നൽകിയ കേസിൽ വാദം പൂർത്തിയായി കോടതി വിധി പറയുവാനായി വെച്ചിരിക്കുകയാണ്. സുശേഷ പ്രസംഗത്തിന് ഇവനെ തന്നെ ഇനി എല്ലാവരും വിളിക്കുവാൻ ശ്രമിക്കണം കേട്ടോ. അവസാനമായി പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. ശരിയായി ഉത്തരം രേഖപ്പെടുത്തുന്നവർക്ക് കമാനം തോമയുടെ കൊട്ടാരത്തിൽ വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണുവാനുള്ള സുവർണാവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏറ്റവും തൊലിക്കട്ടിയുള്ള മൃഗം ഏതാണ്? ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഏറ്റവും തൊലിക്കട്ടിയുള്ള മൃഗം ഏതാണ്? ഓപ്ഷൻസ് തരാം. 1 കാണ്ടാമൃഗം, 2 കാട്ടുപോത്ത്, 3 വരാലു തോമ. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി പറയാം. 1 കാണ്ടാമൃഗം, 2 കാട്ടുപോത്ത്,
3 വരാലു തോമ? ഉത്തരം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.